നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നനച്ചിരിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നമ്മ പോകുന്നതിന് മുമ്പ് അവരാശുപത്രിയിൽ നിന്ന് തിരിച്ച് ആരോഗ്യവതിയായി വീട്ടിൽ വരുമ്പോൾ കാണാനായിട്ട് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ. അത് ഞായറാഴ്ച ടെലികാസ്റ്റ് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അസുഖം മുറിച്ചപ്പോൾ നമ്മൾ ശനിയാഴ്ച എടുത്തങ്ങിട്ട് ഒരുപാട് പേര് വിളിച്ചു തന്നെ. വ്യത്യസ്തമായി പൊന്നമ്മയെക്കുറിച്ച് മറ്റു പലരും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മൾ പല്ലിശ്ശേരിയെ പരാമർശിച്ചിരുന്നു. ഞാനയുടെ ലേഖകനായിരുന്നു പല്ലിശ്ശേരിയെ. അദ്ദേഹമാണ് അമരത്തിൻ്റെ കഥ എഴുതിയത് എന്ന് ഞാനതിൽ പറഞ്ഞിരുന്നു. നമ്മുടെ പ്രോഗ്രാം കാണുന്നതിൽ പലരും ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നിട്ട് അവർ തന്നെ എന്നെ വിളിക്കും, സാർ അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണല്ലോ, സാർ പറഞ്ഞ 28-ാം തീയതിയാണ്, 27-ാം തീയതി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിളിച്ച് നമ്മളെ ഒന്ന് ഇരുത്താൻ നോക്കുന്ന പലരും ഉണ്ട്. അതെനിക്ക് ഇഷ്ടവുമാണ്. അവർ പറയുന്ന തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞതിലുണ്ടെങ്കിൽ അടുത്ത ഒരു എപ്പിസോഡിൽ പറയാൻ എനിക്ക് മടിയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ ക്രോസ് ചെക്ക് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എത്ര നന്നായി നമ്മൾ കഥ പറഞ്ഞാലും അതിലൊരു തെറ്റെങ്കിലും കണ്ടുപിടിക്കണം ചിലർക്ക്. അതിൽ മാത്രമേ എനിക്ക് പ്രയാസമുള്ളൂ. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് 3-4 ദിവസം റിസർച്ച് ചെയ്ത് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. രാത്രി വൈകി 2 മണിവരെയൊക്കെ ഇരുന്ന് തപ്പി പിടിച്ച് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കി ഇത് നന്നാവും എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിലെവിടെയെങ്കിലും ഒരു വള്ളിയോ പുള്ളിയോ തെറ്റി എന്ന് പറയാൻ ചിലർക്ക് അതൊരു ഇഷ്ടമാണ്. അതായത് എടാ നിൻ്റെ കള്ളത്തരം ഞാൻ പിടിച്ചു എന്ന് പറയാൻ. എന്നാലും അത് ഓരോരുത്തരുടെ സ്വഭാവമാണല്ലോ. ആ ചിന്തയിൽ പലരും അത്യുത്സാഹത്തിൽ എന്നെ വിളിച്ച് സംസാരിക്കും. ഡേറ്റും വർഷവും തെളിവുകളും പറഞ്ഞ് ഞാൻ വിസ്തരിച്ചു കൊടുക്കും എന്താണ് സംഭവിച്ചത് എന്ന്. സത്യമാഷിൻ്റെയൊക്കെ കഥയിൽ ഒരുപാട് എനിക്കങ്ങനെ വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർ ചമ്മി ഫോൺ വയ്ക്കും. അതായത് ഇവനെ ഒന്ന് ആക്കാൻ വിളിച്ചിട്ട് എന്നെ ആക്കിയല്ലോ എന്ന് പറഞ്ഞ് ചമ്മി ഫോൺ വയ്ക്കും. ചിലർ സമ്മതിക്കും, സാറേ അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ് എന്ന് പറയും. ചിലർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അവസാനം എനിക്ക് ക്ഷമ കെടുമ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്യും. കവിയൂർ പൊന്നമ്മയെ പറ്റി പറഞ്ഞപ്പോൾ ആ പ്രോഗ്രാമിൽ പല്ലിശ്ശേരി നാനയുടെ സബ് എഡിറ്ററായി ജോയിൻ ചെയ്തതും പിന്നെ അദ്ദേഹം മദ്രാശിയിൽ കൊല്ലം മോഹനുമായിട്ട് ചെന്ന് സെറ്റുകളൊക്കെ കവർ ചെയ്തിട്ട് പൊന്നമ്മയുടെ വീട്ടിൽ ചെന്നതും ആദ്യമായി പല്ലിശ്ശേരി പൊന്നമ്മയെ പരിചയപ്പെട്ടതും പിന്നെ പല സെറ്റുകളിൽ വെച്ച് കണ്ടതും ഒരു സെറ്റിൽ വെച്ച് പല്ലിശ്ശേരിയെ കണ്ടപ്പോൾ സിനിമാ പത്രപ്രവർത്തകൻ സിനിമയ്ക്ക് കഥ എഴുതുന്നത് ഞാൻ അറിഞ്ഞു എന്ന് പൊന്നമ്മ എല്ലാവരോടും പറഞ്ഞതും മലയാള സിനിമയിലെ നായികമാർ എന്ന് പറഞ്ഞ പല്ലിശ്ശേരി എഴുതിയ പുസ്തകത്തിൽ വിശദമായി എഴുതിയിരുന്നു. ഞാനതും തുറന്നു പറഞ്ഞു, ഇത് പല്ലിശ്ശേരി എഴുതിയ ഇന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇക്കാര്യം പറഞ്ഞപ്പോൾ പല്ലിശ്ശേരി അമരത്തിൻ്റെ കഥ എഴുതിയ ആളാണെന്ന കാര്യവും ഞാൻ പറഞ്ഞു. അമരം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അയാൾ ഡെന്നിസ് ജോസഫിൻ്റെ സായികുമാറിനെ മാധുവിനെയും പ്രധാന വേഷക്കാരായി ചെയ്ത തുടർക്കഥ എന്ന് പറഞ്ഞ് ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്തൊരു ഒരു സിനിമയുണ്ട്. അതിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയത് പല്ലിശ്ശേരിയായിരുന്നു. ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഞാൻ അമരത്തിലെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കഥാന്തരം, ബഷീർ കഥകൾ, അങ്ങനെ 13 എപ്പിസോഡുള്ള 2 സീരിയലുകൾക്ക് സ്ക്രിപ്റ്റ് എഴുതി. പിന്നെ നമ്മുടെ ഒരു കാലത്ത് ടി വിയിൽ നിറഞ്ഞു നിന്നൊരു മധുമോഹൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞ 980 എപ്പിസോഡ് പോയ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയതും പല്ലിശ്ശേരിയായിരുന്നു. 50 ടെലിഫിലിമുകൾക്ക് പല്ലിശ്ശേരി തിരക്കഥ എഴുതിയിട്ടുണ്ട്. സിന്ദൂരം, ആരും കരയരുത് തുടങ്ങിയ നോവലുകളും, താളം തെറ്റിയ മനസ്സുകൾ, ചെങ്കൊടി തൊട്ട് കളിക്കരുത്, ലോഹിതദാസ്, തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ തുടങ്ങി കുറേ പുസ്തകങ്ങൾ. ഈ അടുത്ത കാലത്ത് എത്രയോ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഇറങ്ങി. അങ്ങനെ കുറേ പുസ്തകങ്ങളും രചിച്ച ആളാണ് പല്ലിശ്ശേരി. എന്നെ വിളിച്ചവരിൽ പലരും ലോഹിതദാസ് എഴുതിയ കഥയെ എന്തിനാണ് നിങ്ങൾ പല്ലിശ്ശേരി എഴുതിയതാണ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞത് എന്തിനാണ് എന്നോട് ചോദിച്ചത്. അവർക്ക് ആ ഒരു ചോദ്യമാണ് എൻ്റെ ചോദിക്കാനുള്ളത്. കഥാ തിരക്കഥാ സംഭാഷണം പല്ലിശ്ശേരി ലോഹിതദാസ് എന്ന് എഴുതി കാണിക്കുന്ന ഒരു സിനിമ അമരം, ആ സിനിമയുടെ കഥ പല്ലിശ്ശേരിയാണെന്ന് നിങ്ങൾ എന്തിന് കള്ളം പറഞ്ഞു എന്നാണ് എൻ്റെ ചോദിച്ചത്. ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നു, പക്ഷേ
നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറയുന്നോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തപ്പോഴാണ് അവർ കണ്ടുപിടിച്ചത്. അമരത്തിൻ്റെ കഥ എഴുതിയത് 100% പല്ലിശ്ശേരി തന്നെയാണ്. അപ്പോൾ സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം എന്ന് ലോഹിതദാസിൻ്റെ പേരാണല്ലോ കാണിക്കുന്നത് എന്ന് പലരും പറഞ്ഞു. പക്ഷേ അവർക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, കഥ, തിരക്കഥ, സംഭാഷണം, ലോഹിതദാസ് എന്ന് തന്നെയാണ് അമരത്തിൽ എഴുതി കാണിക്കുന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഒരു കാർഡ് കാണിക്കുന്നത് പലരും ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടെ കാണിക്കാം. അവലംബം, പല്ലിശ്ശേരിയുടെ പൂരം എന്ന ചെറുകഥ എന്ന് ആദ്യം ആ ടൈറ്റിൽ വന്നിട്ടാണ് ലോഹിതദാസിൻ്റെ പേര് വരുന്നത്. അല്ലാതെ ഞാൻ കള്ളം പറഞ്ഞതല്ല. ആ അമരം എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയുള്ള കഥ എടുത്തത്, അവലംബം ആക്കി എടുത്തത് പല്ലിശ്ശേരിയുടെ പൂരം എന്ന ചെറുകഥയിൽ നിന്നാണെന്ന് ഭരതൻ ആദ്യ കാർഡായിട്ട് തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതേപ്പറ്റി ഞാൻ പല്ലിശ്ശേരിയോട് വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് അമരത്തിൻ്റെ കഥാകൃത്ത് അവലംബക്കാരനായി മാറിയ ചതിയുടെ കഥ പല്ലിശ്ശേരി പറഞ്ഞത്. എനിക്കത് കേട്ടാൽ വലിയ വിഷമം തോന്നി. ഞാനതിൽ വർഷങ്ങളോളം പ്രവർത്തിക്കുകയും ഒരു സിനിമാക്കാരന് വകവയ്ക്കാതിരിക്കുകയും ലോഹിതദാസുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത പല്ലിശ്ശേരിയുടെ കഥ അവലംബമായി മാറി അമരത്തിൽ. ഒപ്പം പല്ലിശ്ശേരി 2013 എഴുതിയ തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ എന്നുള്ള DC ബുക്സ് ഇറക്കിയ പുസ്തകത്തിലെ 4 പേജുകൾ രാത്രി എനിക്ക് നാളെ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പല്ലിശ്ശേരി രാത്രി തന്നെ ഞാൻ വിളിച്ച് അല്പം കഴിയുമ്പോൾ എനിക്ക് അയച്ചു തന്നു എന്ന് മാത്രമല്ല, എന്നെ വിളിച്ച് ചോദിച്ചു അത് കിട്ടിയോ എന്ന്. 2004 ലോഹിതദാസ് എഴുതിയ 14 സിനിമകളുടെ തിരക്കഥയ്ക്കായി അദ്ദേഹം എങ്ങനെ കഥകൾ കണ്ടെത്തി എന്ന ഒരു പുസ്തകം തൃശ്ശൂർ കറണ്ട് ബുക്സ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിലുണ്ട്. തൃശ്ശൂർ കറണ്ട് ബുക്സാണ് അത് ഇറക്കിയത്. കഥയുടെ കാണാപ്പുറങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അന്ന് ഈ കഥയുടെ കാണാപ്പുറങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് 50 രൂപയായിരുന്നു വില. കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കാരണം ലോഹിതദാസ് 10 തിരകഥകളിലെ ആ കഥ അല്ലെങ്കിൽ കഥാനായകനെ ഞാൻ എങ്ങനെ കണ്ടെത്തി എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ലോഹിതദാസ് കഥകൾ കണ്ടെത്തിയ വഴി പറയുന്നതിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ടെന്ന് തെളിവ് സഹിതം നമുക്ക് പറയാനാവും. ഇപ്പോൾ പല്ലിശ്ശേരിയുടെ പൂരമെടുത്ത് അമരമാക്കിയതുപോലെ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എടുത്ത് പാഥേയം ഉണ്ടാക്കിയതുപോലെ, അതിൽ അദ്ദേഹം പറയുന്ന കഥകളിൽ പലതും അദ്ദേഹം ചുരണ്ടിയതാണ് എന്നതാണ് സത്യം, അല്ലെങ്കിൽ കള്ളമാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. ഞാനും ലോഹിച്ചേട്ടനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. മാക്ടയിൽ അന്ന് ഫെഫ്കയൊന്നും ഉണ്ടായിട്ടില്ല. മാക്ടയിൽ സിബിമലയിൽ മത്സരിക്കുന്ന ഒരു പാനലും, ആ പാനലിലാണ് ഞാനുള്ളത്. മറുവശത്ത് ലോഹിതദാസ് മത്സരിക്കുന്ന ഒരു പാനലും കൂടെ ഒരു തവണ മത്സരിക്കേണ്ടി വന്നു. അത് ഏതോ ദ്രോഹികൾ സിബിമലയിനെയും ഇയാളെയും ലോഹിതദാസിനെയും തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. ലോഹി അതിൽ വഴങ്ങി എന്നുള്ളതാണ് സത്യം. ഒരിക്കലും ലോഹിതദാസ് സിബിമലയിനെതിരെ മത്സരിക്കാൻ പാടില്ലായിരുന്നു. അയാൾക്കൊരു സിനിമയിൽ തുടക്കം കൊടുത്ത ആളല്ലേ. പക്ഷെ മത്സരിച്ചു. ആ മത്സരത്തിൽ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ദയനീയമായി തോക്കുമെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. BTHൻ്റെ പടിക്കെട്ട് കയറി ലോഹിതദാസും ശ്രീനിവാസനും സത്യനന്ദിക്കാടും കൂടെ വരുമ്പോൾ ലോഹിതദാസ് എന്നെ നോക്കി ചിരിച്ച ഒരു ചിരിയുണ്ട്. മറുവശത്ത് എന്നോട് എല്ലായിടത്തും വെച്ച് സൗഹൃദം കാണിക്കുന്ന സത്യേട്ടനോ, എന്നോട് എവിടെ വെച്ച് കണ്ടാലും തമാശകൾ പറഞ്ഞ ശ്രീനിവാസനോ ഒരു അക്ഷരം മിണ്ടിയില്ല. കാരണം എതിർ ഗ്രൂപ്പുകാരല്ലേ. അതുപോലെ പറയാമല്ലേ, സരോജ് കുമാർ എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്ത സംവിധായകൻ എന്നെ വിളിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹം സജിൻ രാഘവൻ എന്നാണ് പേര്. അദ്ദേഹം ശ്രീനിവാസൻ്റെ എർത്താറ്റ് നടക്കുന്ന കാലം. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടോ, ശാന്തി എന്തൊക്കെയായി തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, വോട്ടെടുക്കുന്നതിൻ്റെ അന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സജിൻ ഒരിക്കലും ഒറ്റയ്ക്കുള്ളിടത്തു നിന്നല്ല വിളിക്കുന്നത്. ആ സംസാരത്തിൻ്റെ ടോൺ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു എന്താവാൻ കാര്യങ്ങളൊക്കെ നടക്കുന്നു, നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. രാവിലെ നിങ്ങളെ വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ വീട്ടിലിരുന്നോണ്ടേ നിങ്ങളും ശ്രീനിവാസനും കൂടെ, സത്യനന്ദിക്കാടും ശ്രീനിവാസനും കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഗസ് ചെയ്ത് പറഞ്ഞതാണ്. വലിയ കോലാഹലം ഉണ്ടാക്കിയ ഇലക്ഷനായിരുന്നു. ലോഹിതദാസ് തോറ്റപ്പോഴും അദ്ദേഹം പ്രസംഗിച്ചതും എന്നും തോൽവി ഏറ്റു പിടിക്കാനാണ് എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എപ്പോഴും ഈ സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്ന ആളാണ്. എന്നാൽ സെൻറ്റിമെൻറ്റ്സ് അടിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളുമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് പറയുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ പുസ്തകത്തിൽ ലോഹിതദാസ് കണ്ടെത്തിയ വഴി പറയുന്നതിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ടെന്ന് തെളിവ് സഹിതം നമുക്ക് പറയാനാവും. ലോഹി ഒന്നാം തരം നാടകീയ മുഹൂർത്തങ്ങൾ ചേർത്ത് തിരക്കഥ എഴുതാൻ കഴിവുള്ള കഥാകാരനാണ്. ഒരു കാരണവശാലും അതിൽ ഒരു കുറവുമില്ല. MTക്കോ പത്മനാഭൻ സാറിനോ പോലും കഴിയാത്ത നാടകീയ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല എഴുത്തുകാരൻ തന്നെയാണ് ലോഹിച്ചേട്ടൻ. നല്ല ബന്ധമായിരുന്നു ഞാനുമായിട്ട്.
ഞങ്ങളൊരു മാക്ടയുടെ ഒരു ഒരു പ്രോഗ്രാം ഒരു വർഷത്തെ സ്റ്റേജ് പ്രോഗ്രാം തൃശ്ശൂരിൽ നടക്കുമ്പോൾ തലേദിവസം രാത്രി പാതിരാക്കി ഒത്തിരി കഴിച്ചിട്ടുണ്ട്. സുന്ദർദാസുമായിട്ട് സല്ലാപത്തിൻ്റെ സംവിധായകനായിട്ട് വന്നിട്ട് രാത്രി എനിക്ക് തോന്നുന്നു ഒരു 12 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ ഒരുപാട് കഥകൾ പറഞ്ഞു. അത്രയും വാചാലനായി ഞാൻ ലോഹിതദാസിനെ കണ്ടിട്ടില്ല. ഒരുപാട് കഥകൾ, അതൊന്നും നമ്മൾ ക്യാമറ മുന്നിൽ പറയാൻ പറ്റില്ല. അത്തരം ഒരുപാട് കഥകൾ ലോഹിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ബന്ധമായിരുന്നു ഞാനുമായിട്ട്. ഈ മാക്ട ഇലക്ഷന് ശേഷം പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾ ചേർത്ത തിരക്കഥകൾ എഴുതാൻ മിടുക്കുള്ള ആൾ തന്നെയായിരുന്നു ലോഹിച്ചേട്ടൻ. അതുപോലെ തന്നെ ഒരു കഥ മുഴുവൻ വേണ്ട, അതിലെ ഒരു കഥാതന്തുവിലോ അല്ലെങ്കിൽ അതിലെ ഒരു കഥാപാത്രത്തെയോ പിടിച്ചിട്ട് മനോഹരമായ വേറൊരു തിരക്കഥ ഉണ്ടാക്കാൻ കഴിയുന്ന അത്ഭുത പ്രതിഭയായിരുന്നു ലോഹിതദാസ്. ഈ കഥ പറഞ്ഞ പാവം ഹതഭാഗ്യന് പോലും തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നാൽ അയ്യോ ഇത് ഞാൻ ലോഹിതദാസിനോട് പറഞ്ഞതാണെന്ന് തോന്നാത്ത രീതിയിൽ കഥ അടിച്ചു മാറ്റാൻ അറിയാവുന്ന ചുരുക്കം പേരിൽ ഒരാളായിരുന്നു ലോഹിതദാസ്. ഉൾക്കടലിൻ്റെ അടക്കം കെ ജി ജോർജിൻ്റെ ഉൾക്കടലിലടക്കം തിരക്കഥകൾ എഴുതിയിട്ടുള്ള പ്രൊഫസർ ജോർജ് ഓണക്കൂറിൻ്റെ എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. വായിച്ചിട്ടില്ലാത്തൊരു ഇന്നെടുത്ത് വായിച്ചു നോക്കൂ. അത് ഭംഗിയായിട്ട് പകർത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയായി പുറത്തു വന്ന തനിയാവർത്തനം എന്ന് ആ നോവൽ വായിച്ചാൽ മനസ്സിലാവും. പലവട്ടം ഓണക്കൂർ സാറ് എന്നോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഭംഗിയായി തിരക്കഥ എഴുതാൻ അറിയാൻ ദിനേശ് ലോഹിക്ക് ഞാനതുകൊണ്ട് പരാതിയൊന്നും പറഞ്ഞില്ല. 1987 മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന അവാർഡും തനിയാവർത്തനത്തിലൂടെ ലോഹിതദാസ് നേടി. ഞാനില്ല വിവാദത്തിന് എന്നായിരുന്നു ഓണക്കൂർ സാറിൻ്റെ മറുപടി. അച്ചാണി നിങ്ങൾ കണ്ടിരിക്കുക, അച്ചാണി രവി എന്നാണല്ലോ ജനറൽ പിക്ചേഴ്സ് രവീന്ദ്രൻ നായരെ വിളിച്ചിരുന്നത്. അച്ചാണി എന്ന് പറഞ്ഞ പ്രശസ്തമായ സിനിമ എത്ര ഭംഗിയായിട്ടാണ് ലോഹിതദാസ് വാത്സല്യമാക്കി മാറ്റിയത്. കുടുംബത്തിനായി ജീവിച്ച പ്രേം നസീറിൻ്റെ വാസുവും വാത്സല്യത്തിലെ മേലെടുത്ത് രാഘവൻ നായർ എന്ന മമ്മൂട്ടി ചെയ്ത വേഷവും ഇരട്ട പറ്റതാണെന്നേ നമുക്ക് തോന്നും. ഈ 2 പടവും കണ്ടിട്ടുണ്ടെങ്കിൽ. ചുമ്മാ പറയുന്നതല്ല, 2 സിനിമയും യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ എന്താ പറയുക, മരിച്ചുപോയ ലോഹിതദാസിനെ കളിയാക്കാൻ വേണ്ടി അല്ല ഇത് പറയുന്നത്. ലോഹിയുടെ കഥയിൽ ജന്മം കൊണ്ട അമരം എന്ന് പറഞ്ഞ സിനിമ പല്ലിശ്ശേരി എന്തിന് പല്ലിശ്ശേരിയാണ് കഥ എഴുതിയതെന്ന് നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത് പറയില്ലായിരുന്നു. ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട പി കെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കുറിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും പി കെ ശ്രീനിവാസൻ്റെ സുഹൃത്ത് കുട്ടി എന്നാണ് ഇവരെ സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കുന്നത്. കുട്ടി വിളിക്കുന്നു, ആശാനെ ആ ഭരതൻ നമ്മളെ പറ്റിച്ചല്ലോ, ആ കഥ സിനിമയായി വന്നിട്ട് 2-3 മാസങ്ങളായിരിക്കുന്നു. നമ്മുടെ പ്രോജക്റ്റ് അറിയാവുന്ന ഒരു സുഹൃത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വിളിച്ചു പറഞ്ഞപ്പോഴാണ് കുട്ടി ഈ കഥാചോരണം അറിഞ്ഞത്. പി കെ ശ്രീനിവാസൻ പറയുന്നത് കഥാമോഷണം പുത്തരിയല്ല. തമിഴ് സിനിമയിൽ മികച്ച സംവിധായകരിൽ പലരും കഥാമോഷണത്തിൻ്റെ പേരിൽ കോടതി കയറിയിട്ടുണ്ട്, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. പ്രതിഭാശാലികളും സിനിമാ മോഹികളുമായ യുവാക്കൾ ഉറക്കമൊഴിഞ്ഞ് കഥകൾ എഴുതി മുൻനിരക്കാരായ സംവിധായകർക്കോ നിർമ്മാതാക്കൾക്കോ കഥ വായിക്കാൻ കൊടുക്കും. അവർ അതൊക്കെ ഉളുപ്പില്ലാതെ അടിച്ചുമാറ്റി സ്വന്തം പേരിൽ സിനിമ ചെയ്യും. സിനിമ പുറത്തു വരുമ്പോഴായിരിക്കും കഥ കൈമാറിയ പാവങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നറിയുന്നത്. രജനീകാന്ത് ഉൾപ്പെടെ പലരും ഇത്തരം കേസുകളിൽ കുരുങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും കുരുങ്ങുന്നു. എന്നാൽ പി കെ ശ്രീനിവാസൻ ഇവിടെ പറയാൻ പോകുന്നത് തമിഴൻ്റെ കഥയല്ല. 1993 നവംബറിൽ റിലീസ് ചെയ്ത പാതേയം എന്ന സിനിമയെ പറ്റിയാണ്. 80കളുടെ തുടക്കത്തിൽ മാതൃഭൂമി മദ്രാസ് ഓഫീസിലും അമേരിക്കൻ കോൺസുലേറ്റിലും മറ്റ് ചില ഇംഗ്ലീഷ് പത്രങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള പാലക്കാട്ടുകാരൻ കുട്ടിക്കൃഷ്ണൻ എന്ന കുട്ടി ഈ കഥയിലെ ദുരന്ത നായകനാണ്. നല്ല സുഹൃത്ത് വലയമുള്ള ചങ്ങാതിയായിരുന്നു കുട്ടി. മാതൃഭൂമി വിട്ട് അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് മാറിയ ശേഷം സഹദേവനാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടറായി ചെന്നൈയിലെത്തുന്നത്. സഹദേവൻ ചേട്ടൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അദ്ദേഹം കുറേ കാലം ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തിരുന്നു. നല്ല മനുഷ്യനാണ് സഹദേവൻ. ചിത്രഭൂമിയിൽ ഒരുപാട് കാലം എഴുതിയിരുന്നു. കലാകൗമുദി ഗ്രൂപ്പിന് വേണ്ടി പി കെ ശ്രീനിവാസൻ മദ്രാസിൽ അക്കാലത്ത് പണിയെടുക്കുകയാണ്. പത്രക്കാരനാണെങ്കിലും കുട്ടിയുടെ മനസ്സിൽ ഒരു സിനിമാക്കാരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പി കെ ശ്രീനിവാസൻ അറിയാം. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും കാണുമ്പോഴൊക്കെ കുട്ടി ഏതെങ്കിലും കഥ എടുത്തിടും. എന്നിട്ട് ചോദിക്കും, ഈ കഥ എങ്ങനെ ഉണ്ടാശാനെ, സിനിമയാക്കിയാൽ സൂപ്പർ ഹിറ്റ് ആകില്ലേ? കുട്ടിയെ നിരുത്സാഹപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളതിനാൽ എന്തെങ്കിലും പോംവഴി പറഞ്ഞ്
ഷീനിച്ചേട്ടൻ തടി തപ്പും. എന്നാൽ ഒരു സായാഹ്നത്തിൽ കയറി വന്ന അടുത്ത സുഹൃത്തിൻ്റെ ജീവിതം മികച്ച വിഷയമാണെന്ന് പി.കെ. ശ്രീനിവാസന് തോന്നി. നടി ശാരദയുടെ ശാരദയുടെ ജീവിത പങ്കാളിയും സുഹൃത്ത് സംഘത്തിലെ അംഗവുമായ വിജയരാഘവൻ നമ്പ്യാരുടെ ജീവിതമാണ് ഒരിക്കൽ കുട്ടി പറഞ്ഞത്. തെലുങ്ക് നടൻ ഛലവുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ശാരദ തൻ്റെ സംരക്ഷകനായി കൊണ്ടു നടന്നത് വിജയനെന്ന് പി.കെ. ശ്രീനിവാസൻ അടക്കം വിളിക്കുന്ന വിജയരാഘവൻ നമ്പ്യാരെയാണ്. മദ്രാസിലെ പാരീസ് കമ്പനിയിൽ ഉയർന്ന തസ്തികയിലായിരുന്നു വിജയരാഘവൻ നമ്പ്യാർ. ശാരദയോടൊപ്പം വരുന്നതിന് മുമ്പ് വിജയരാഘവൻ ഒരു വിവാഹം കഴിച്ചിരുന്നു. തേങ്ങാ നമ്പ്യാർ സുഹൃത്തുക്കൾ തമാശയ്ക്ക് വിളിക്കുന്ന ഒരു നമ്പ്യാരുടെ മകളായിരുന്നു ഭാര്യ. അവർക്ക് സംസാരശേഷി ഇല്ലായിരുന്നു. ആ വിവാഹത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അമ്മായിയപ്പനുമായുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ വളർന്നപ്പോൾ വിജയരാഘവൻ നമ്പ്യാർ വീട് വിട്ടിറങ്ങി. 10-12 വർഷത്തിന് ശേഷം ഏതോ ഒരു സ്കൂൾ വാർഷിക ചടങ്ങിൽ വെച്ച് വിജയരാഘവൻ നമ്പ്യാർ സ്വന്തം മകളെ കാണാൻ ഇടവരുന്നു. അത് തൻ്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ വിജയരാഘവൻ നമ്പ്യാർ കുട്ടിയെ തന്നോടൊപ്പം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ അമ്മായിയപ്പനും ഭാര്യയും അയാളുടെ നീക്കങ്ങളെ നിയമപരമായി തന്നെ നേരിട്ടു. സ്വന്തം മകളോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കുമ്പോൾ അയാളുടെ നിയന്ത്രണങ്ങൾ കൈവിടുന്നു. ഒടുവിൽ മകൾ അയാളിൽ നിന്നും അകന്നു പോകുന്നു. ഈ കഥയാണ് കുട്ടിക്കൃഷ്ണൻ എന്ന കുട്ടി വളരെ ആകർഷകമായി ഏതാണ്ട് 10-20 പേജുകളിൽ എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. അച്ഛനെയും മകളെയും അമ്മയുടെ കുടുംബത്തെയും ഒക്കെ കുട്ടി നന്നായി പഠിച്ചിട്ടാണ് കഥ എഴുതിയിരിക്കുന്നത്. നല്ലൊരു സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയാൽ സംഭവം താർക്കുമെന്ന് പി.കെ. ശ്രീനിവാസൻ പറഞ്ഞു. നല്ലൊരു കുടുംബചിത്രത്തിനുള്ള വകയുണ്ട് ഇതിൽ. 2-3 ആവർത്തി ചീനിച്ചേട്ടൻ ഈ കഥ വായിച്ചു. എന്നിട്ടൊരു നിർദ്ദേശം വച്ചു. ഇത് ആരെയെങ്കിലും കാണിക്കുന്നതിന് മുമ്പ് വിജയരാഘവനെ തന്നെ വായിച്ച് കേൾപ്പിക്കണം. ഇത് അയാളുടെ ജീവിതമാണ്. അയാൾ തടസ്സം നിൽക്കില്ല എങ്കിലും ചില നിർദ്ദേശങ്ങൾ തരുമെന്ന് ഉറപ്പാണ്. അത് തിരക്കഥയ്ക്ക് മുതൽക്കൂട്ടാണ്. പി.കെ. ശ്രീനിവാസനും കുട്ടിയും കൂടിയിരുന്ന് കുറേ മാറ്റങ്ങൾ വരുത്തി വീണ്ടും കോപ്പിയെടുത്തു. വിജയരാഘവൻ നമ്പ്യാർക്ക് പൂർണ്ണ സമ്മതം വായിച്ചപ്പോൾ കുറേ നിർദ്ദേശങ്ങളും നമ്പ്യാർ അവതരിപ്പിച്ചു. പക്ഷേ അയാൾക്കൊരു നിർബന്ധം മാത്രം ഉണ്ടായിരുന്നു: എന്നെ ഇതിൽ വില്ലനാക്കരുത്. സരസനായ കുട്ടി പറഞ്ഞു, ഇല്ല, അതുറപ്പാണ്. തുടക്കത്തിൽ വില്ലനെന്ന് തോന്നാമെങ്കിലും നായകനായി നിങ്ങൾ തിളങ്ങും. പക്ഷേ ഇവിടെ വില്ലൻ ഞാനാണ്, സാക്ഷാൽ കഥാകൃത്ത് എന്നാണ് കുട്ടി പറഞ്ഞത്. എന്തായാലും ഉൾക്കരുത്തുള്ള ഒരു സംവിധായകൻ വേണം ഈ സിനിമ ചെയ്യാൻ. മകളെയും അച്ഛനെയും തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സംവിധായകൻ വേണം. സുഹൃത്തും അയൽക്കാരനുമായ ഭരതൻ്റെ പേര് പി.കെ. ശ്രീനിവാസൻ പറഞ്ഞു. കുട്ടിക്കും അത് ഇഷ്ടമായി. ഒരു വൈകുന്നേരം ഭരതൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മോഹനാണ് ഉണ്ടായിരുന്നത്. ഈ മോഹൻ ആരെന്ന് ചോദിച്ചാൽ, 7 ആർട്സ് തുടങ്ങിയപ്പോൾ 7 ആർട്സിൻ്റെ സിനിമകളുടെ മുഴുവൻ എക്സിക്യൂട്ടീവായി മാറിയ 7 ആർട്സ് മോഹനാണ് ഈ പറയുന്ന മോഹനൻ. പിന്നെ അദ്ദേഹത്തെ അറിയുന്നത് 7 ആർട്സ് മോഹനൻ എന്നാണ്. മോഹനൻ കുട്ടിയുടെ മാതൃഭൂമിയുടെ ഓഫീസിൽ സഹായിയായി കുറേ നാൾ മദ്രാസിലെ ഓഫീസിലുണ്ടായിരുന്നു. മോഹൻ പറഞ്ഞു, ഭരതേട്ടൻ കേരളത്തിലേക്ക് ഏതോ ചിത്രത്തിൻ്റെ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ, മദ്രാസിലെ വീട്ടിൽ 7 ആർട്സ് മോഹൻ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല മോഹന, ഒരു കാര്യം ചെയ്യ്. ഈ കടലാസ് കെട്ട് മഹത്തായ ഒരു സിനിമയാണ്. ലോക സിനിമയുടെ ഭാഗമാകാൻ പോകുന്നതെന്ന് തന്നെ കരുതിക്കോ. നഷ്ടപ്പെടുത്തരുത്. ഭരതം വരുമ്പോൾ കൊടുക്കണം. എന്നിട്ട് കൃത്യമായ വിവരം ഞങ്ങളെ അറിയിക്കണം. തിരക്കഥ ഞാൻ എഴുതുമെന്നും ഭരതനോട് പറയണമെന്ന് കുട്ടി പറഞ്ഞു. കടലാസ് കെട്ട് 7 ആർട്സ് മോഹൻ വാങ്ങി വളരെ സൂക്ഷിച്ച് ഒരു ബാഗിൽ വെച്ചു. കുട്ടിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു. മടക്കയാത്രയിൽ കുട്ടി അച്ഛൻ്റെയും മകളുടെയും രക്തബന്ധത്തിൻ്റെ വർണ്ണപ്പൊട്ടുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒരു സംവിധായകൻ്റെ ഭാവതീക്ഷ്ണതയോടെ കുട്ടി രംഗങ്ങൾ മനസ്സിൽ കാണുകയായിരുന്നു. ഈ ചിത്രത്തിൽ ചേർക്കാൻ പറ്റിയതെന്ന് കുട്ടിക്ക് തോന്നിയ പഴയൊരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ശകലം കുട്ടിയുടെ ചുണ്ടുകൾ മൂളുന്നുണ്ടായിരുന്നു. ക്ഷീരാബ്ദി കന്യകേ ശ്രീ മഹാലക്ഷ്മി യാർക്ക് വധുവാകും നീ എന്നുള്ള കർണാട്ടിക് രീതിയിൽ അദ്ദേഹം പാടി കുട്ടി. അന്ന് രാത്രി ഉറങ്ങാതെ സീനുകൾ തീർക്കുകയായിരുന്നിരിക്കണം
കുട്ടി എന്നാണ് പി കെ ശ്രീനിവാസൻ പറയുന്നത്. അപ്പോഴാണ് കുട്ടിക്ക് മറ്റൊരു പത്രത്തിൽ ജോലി കിട്ടി ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നത്. അതോടെ തിരക്കഥാഭ്രാന്ത് കുട്ടിയുടെ മനസ്സിൽ നിന്ന് പോയോ എന്നറിയില്ല. ആ ശ്രീനിവാസൻ അറിയില്ല. പിന്നെ തിരക്കഥയെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. വർഷം 1-1.5 കഴിഞ്ഞിരിക്കണം. അതിനിടയിൽ ഡൽഹിയിൽ നിന്ന് കുട്ടിയുടെ ഫോൺ പി കെ ശ്രീനിവാസന് വന്നു. ആശാനെ, ആ ഭാരതം നമ്മളെ പറ്റിച്ചല്ലോ. ആ കഥ സിനിമയായി വന്നിട്ട് 2-3 മാസങ്ങളായിരിക്കുന്നു. നമ്മുടെ പ്രോജക്റ്റ് അറിയാവുന്ന ഒരു സുഹൃത്താണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എന്നോട് വിളിച്ചു പറഞ്ഞത്. ലോഹിതദാസ് എഴുതി ഭരതൻ സംവിധാനം ചെയ്ത പാഥേയം നമ്മുടെ സബ്ജക്റ്റാണ്. കുട്ടിയുടെ വാക്കുകൾ പി കെ ശ്രീനിവാസനെ വല്ലാതെ വേദനിപ്പിച്ചു. മമ്മൂട്ടി അച്ഛനായും ചിപ്പി ആദ്യമായി അഭിനയിക്കുന്ന സിനിമയാണല്ലോ മകളായിട്ട് വേഷമിട്ട ചിത്രം. കുട്ടിയുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ തകർന്നു വീഴുന്നത് പി കെ ശ്രീനിവാസൻ കാണുകയാണ്. അസുഖബാധിതനായി മാറി തിരിച്ചു വന്ന ഭരത് ഗോപിയെ സഹായിക്കാൻ ഭരതൻ ചെയ്ത ചിത്രമായിരുന്നു പാഥേയം. നിർമ്മാതാവായി ഗോപിയെ മുന്നിൽ നിർത്തിയിട്ട് മമ്മൂട്ടിയും നെടുമുടി വേണും ലാലു ലസും ഒക്കെ സഹകരിച്ച ചിത്രമാണ് പാഥേയം. എന്തായാലും സത്യം അറിയണമല്ലോ. പി കെ ശ്രീനിവാസൻ ആദ്യം സെവൻ ആർട്സ് മോഹനെ വിളിച്ചു. മോഹനൻ പറഞ്ഞത്, ഭരതേട്ടൻ വന്ന ഉടനെ ആ കഥ ഞാൻ ഏൽപ്പിച്ചു. അടുത്തുണ്ടായിരുന്ന ലോഹിയേട്ടനെ ഏൽപ്പിച്ചിട്ട്, ഇതൊന്ന് നോക്കൂ ലോഹി, എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്ത് എഴുതിയതാണെന്ന് പറഞ്ഞ് ഭരതൻ കൊടുക്കുന്നതിന് ഞാൻ സാക്ഷി എന്ന് പി കെ ശ്രീനിവാസനോട് സെവൻ ആർട്സ് മോഹൻ പറഞ്ഞു. അത്രേ എനിക്കറിയാവൂ, ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സാറേ. ഇതായിരുന്നു സെവൻ ആർട്സ് മോഹൻ്റെ മറുപടി. അപ്പോഴാണ് കപ്പലിലുണ്ടായിരുന്ന കള്ളനെ പി കെ ശ്രീനിവാസന് പിടികിട്ടിയത്. ഒരിക്കൽ ഭരതനോട് പി കെ ശ്രീനിവാസൻ ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു. അയാൾ പറഞ്ഞ ഉത്തരം വളരെ അലസമായിട്ടാണ് ഭരതൻ അതിന് മറുപടി പറഞ്ഞത്. ഇത്തരത്തിൽ നിരവധി പേപ്പറുകൾ, ഇ കെ നായനാർ കടലാസുകൾ എന്ന് പറയും പോലെ, നീ ഏത് കടലാസിലാണ് വർക്ക് ചെയ്യണമെന്ന് പത്രക്കാരോട് ചോദിക്കുന്ന പോലെ ഭരതൻ പറയുകയാണ്, ഇത്തരത്തിൽ നിരവധി പേപ്പറുകൾ എന്നെ തേടി വരാറുണ്ട്. അതൊക്കെ ഞാൻ ജോൺ പോളിനോ ലോഹിതദാസിനോ കൊടുക്കും. എനിക്ക് വായിച്ചു നോക്കാനൊന്നും സമയമുണ്ടാവില്ല. അവരത് മോഷ്ടിച്ചെടുത്ത് തനിക്ക് തന്നെ തിരക്കഥയായി തരുമെന്ന് മാത്രം ഭരതൻ പറഞ്ഞില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഒരു സംവിധായകനെ വിശ്വസിച്ച്, ഒരു സുഹൃത്തിനെ വിശ്വസിച്ച് ഒരു കഥയുണ്ടാക്കി കൊണ്ട് കൊടുത്താൽ അതിനെ കടലാസ് എന്ന് വിളിക്കുന്നതിനെ തെറ്റാണ്. എന്നിട്ട് ആ കടലാസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരിയ്ക്കുന്നോ, ജോൺ പോൾ ഇരിക്കുകയാണെങ്കിൽ ജോണ ഇതൊന്ന് വായിച്ചിട്ട് നോക്ക്, കൊള്ളാൻ നോക്കുക, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എഴുതിയാണെന്ന് പറയുമ്പോൾ ജോൺ വായിച്ചിട്ട് കൊള്ളാമെങ്കിൽ അത് സിനിമയാക്കൂ. ലോഹി ഇത് വായിക്കൂ, എന്നിട്ട് കൊള്ളാമെങ്കിൽ ചെയ്യുന്നതാണ് ലോഹിയും ചുരണ്ടും. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഭരതനെ പോലെ ഒരാളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും കുട്ടിക്കൃഷ്ണൻ്റെ തിരക്കഥാമോഹം അതോടെ അസ്തമിച്ചിരിക്കണം. കുട്ടിക്കൃഷ്ണനും വിജയരാഘവൻ നമ്പ്യാരും ഭരതനും ഇന്നില്ല. പി കെ ശ്രീനിവാസൻ ഇത് കുറിക്കുമ്പോൾ ലോഹിതദാസ് ജീവിച്ചിരിപ്പുണ്ട്. 1998 ജൂലൈ 30-നാണ് ഭരതൻ മരിച്ചത്. 2009 ജനുവരി 28-നാണ് ലോഹിതദാസ് മരിച്ചത്. സാക്ഷികളായ പി കെ ശ്രീനിവാസനും സെവൻ ആർട്സ് മോഹനും ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും. അപ്പം കള്ളമാണോ എന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ സെവൻ ആർട്സ് മോഹനെ വിളിച്ച് കേൾക്കൂ. വിജയരാഘവൻ നമ്പ്യാരുടെ മരണത്തിന് മുമ്പ് ബാംഗ്ലൂരിൽ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് പി കെ ശ്രീനിവാസനും കുട്ടിയും ഹേമാവിൻ കാതറുകൾ എന്ന് പറഞ്ഞ് TV ചന്ദ്രൻ ചെയ്തൊരു തമിഴ് പടമുണ്ട്, അതിൻ്റെ നിർമ്മാതാവ് ഗംഗയും കൂടി നമ്പ്യാരെ കണ്ടത്. അന്ന് അവശനായിട്ടും കുട്ടിയുടെ പഴയ സിനിമാ ഭ്രാന്തിനെ പറ്റി വിജയരാഘവൻ സൂചിപ്പിച്ചു. ഇവിടെ പി കെ ശ്രീനിവാസൻ ഒരു കഥ മോഷണം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ. കമൽ എന്ന സംവിധായകൻ ആദ്യം എഴുതിയ തിരക്കഥ, സംവിധായകൻ കമലിനെ, സിനിമയിൽ കമലിനെ കൊണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ അമ്മാവനായ പടിയന് വേണ്ടി 80കളുടെ തുടക്കത്തിൽ കമൽ എഴുതിയ ത്രാസം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതിൻ്റെ തിരക്കഥ എഴുതിയത് കമലാണ്. കമലിനെ സിനിമാ രംഗത്ത് ഉണ്ടാക്കിയ പടിയൻ എന്ന് പറയുന്ന കമലിൻ്റെ അമ്മാവനാണ് അത് സംവിധാനം ചെയ്തത്. അതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചുപോയ തൻ്റെ കുഞ്ഞിൻ്റെ ശവശരീരവുമായി ശ്മശാനത്തിലെത്തുന്ന അമ്മ. മദ്രാസിലെ ലയോള കോളേജിനടുത്തുള്ള ശ്മശാനത്തിലായിരുന്നു ഈ സീൻ ചിത്രീകരിച്ചത്. ശവപ്പറമ്പ് സൂക്ഷിപ്പുകാരൻ കുഞ്ഞിൻ്റെ മൃതശരീരം വാങ്ങി മടിയിൽ കിടത്തി സൂക്ഷിച്ചു നോക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ മുഖത്ത് പ്രകാശം പരക്കുന്നു. അയാൾ പറഞ്ഞു, അമ്മേ, ഈ കുഞ്ഞിന് സമയമായിട്ടില്ല, കൊണ്ടുപോകൂ, അവൻ മരിച്ചിട്ടില്ല. ത്രാസം പുറത്തു വന്നപ്പോൾ അത് എം ഗോവിന്ദൻ, ഒരു കാലത്ത് മലയാള സിനിമയുടെ ബുദ്ധിജീവികളുടെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു എം ഗോവിന്ദൻ്റെ വീട്. സെൻസർ ബോർഡ് മെമ്പറും കഥാകൃത്തും നിരൂപകനും ഒക്കെയായി ഒരുപാട് പ്രശസ്തനായിരുന്നു. അടൂരിൻ്റെ എലിപ്പത്തായത്തെക്കുറിച്ച് ആദ്യമായിട്ടൊരു നല്ല റിവ്യൂ എഴുതുന്നത് എം ഗോവിന്ദനും പിന്നെ മധു വൈപ്പനിയുമായിരുന്നു. അപ്പോൾ എം ഗോവിന്ദൻ എഴുതിയ ഉയിർപ്പ് എന്ന കഥയുടെ മോഷണമാണെന്ന്
പലരും കണ്ടെത്തി. അതായത് കമൽ ആദ്യമായി തിരക്കഥ എഴുതിയ ത്രാസത്തിന് വേണ്ടി കഥ അടിച്ചു മാറ്റിയത് എം ഗോവിന്ദൻ്റെ ഉയിർപ്പ് എന്ന് പറഞ്ഞ കഥയാണ്. ചിത്രം കണ്ട ഒരാൾ ഗോവിന്ദനെ വിളിച്ചു, മാഷേ പടിയൻ്റെ ത്രാസം ഉയിർപ്പാണ് എന്ന് പറഞ്ഞു. അതായത് പടിയൻ ചെയ്തു വെച്ചിരിക്കുന്ന ത്രാസം നിങ്ങളുടെ കഥയായ ഉയിർപ്പാണ് എന്ന് വിളിച്ചു പറഞ്ഞു. എം ഗോവിന്ദന് യാതൊരു ഭാവഭേദവുമില്ല. നിർവികാരനായി എം ഗോവിന്ദൻ പറഞ്ഞത്, സിനിമ ഒരു കലയാണ്, ഒപ്പം മോഷണവും. നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന കലയാണല്ലോ സിനിമ. അതുകൊണ്ടാകാം ഇത്തരം ചെറ്റത്തരങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രശസ്തരായവർ പോലും കഥ മോഷ്ടിക്കുന്ന നാടാണ് മലയാള സിനിമാ രംഗം. ഇനി പാതയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞല്ലോ, ഈ കഥയുടെ മറ്റൊരു വശം പറയാം. ലോഹിതദാസ് അദ്ദേഹം കണ്ടെത്തിയ 10 കഥാപാത്രങ്ങളെക്കുറിച്ച് എഴുതിയ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിൽ അദ്ദേഹം പറയുന്നത്, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മധുരതരമായ ഹൃദയവികാരം പ്രണയമാണ്. സമ്പന്നമായ ഒരു പ്രണയ ജീവിതം എനിക്കുണ്ടായിരുന്നു. 5ഓളം പെൺകുട്ടികളുമായി എനിക്ക് പ്രണയം പങ്കുവയ്ക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. വെറും ശാരീരിക ആകർഷണം മാത്രമായിരുന്നില്ല അതൊന്നും. പവിത്രമായ ഹൃദയബന്ധങ്ങളായിരുന്നു കൗമാരത്തിൻ്റെ നാളുകളിൽ പോലും. പ്രേമം ദിവ്യവും വിവേകപൂർണവുമായ സ്നേഹം തന്നെയായിരുന്നു എനിക്ക്. ഇതിൽ ആദ്യ അനുരാഗത്തിൻ്റെ മധുരം ഒരായുസ് മുഴുവൻ നിറഞ്ഞു ഒഴുകുന്നതാണ്. നഷ്ടപ്പെട്ട പകൽക്കിനാവ് പോലെ അതെന്നെ നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്നു. കരിമീശ വരയ്ക്കുന്ന 16ൻ്റെ നാളുകളിലൊന്ന് ഞാനവളെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അന്നവളുടെ സ്കൂൾ യുവജനോത്സവമായിരുന്നു. ഞാനന്ന് സ്കൂൾ കുട്ടിയല്ല. സുഹൃത്തുക്കളോടൊത്ത് പരിപാടികൾ കാണാൻ പോയതാണ്. ഒഴിഞ്ഞ ഒരു ക്ലാസ് മുറിയിൽ കൂട്ടുകാരുമൊത്ത് സൊറ പറഞ്ഞിരിക്കുമ്പോൾ തുറന്നു കിടന്ന ജാലകത്തിലൂടെയാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. പുറംതിരിഞ്ഞു നിൽക്കുന്ന നീല ഫ്രോക്കിട്ട ഒരു പെൺകുട്ടി. സുഹൃത്തുക്കളിൽ ആരോ ചൂളം കുത്തിയത് കേട്ടിട്ടാകണം അവൾ തിരിഞ്ഞു നോക്കി. അല്ലിപ്പുളിയുടെ പുളിപ്പിൽ ചുളിഞ്ഞ മുഖം. അവൾ പുളി കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുളി കടിച്ചതുപോലെ ഞാനും മുഖം ചുളിച്ചു. അത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ ഓടിപ്പോയി. ലോഹിതദാസിൻ്റെ കൗമാരപ്രായത്തിൽ അദ്ദേഹത്തെക്കാൾ 2-3 വയസ്സ് മൂപ്പുള്ള അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മകനായ സുരേന്ദ്രനായിരുന്നു ലോഹിതദാസിൻ്റെ ഏറ്റവും അടുത്ത മനസാക്ഷി. എന്തെല്ലാം തലങ്ങൾ കാണിക്കാമോ അതെല്ലാം ലോഹിതദാസ് സ്വന്തം നാട്ടിൽ ചെയ്തിട്ടുണ്ട്. ആ പ്രായത്തിൽ കാണുന്ന പെമ്പിളർക്കെല്ലാം ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരിൽ നിന്ന് വഴക്കും തല്ലും വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും പരസ്യമല്ല, എന്നാൽ രഹസ്യവുമല്ല, നാട്ടുകാർക്ക് ഇപ്പോഴും അറിയാമെന്നുള്ളതാണ്. എനിക്ക് സുരേന്ദ്രനുമായി നല്ല ബന്ധമുണ്ട്. ഈ ലോഹിതദാസിൻ്റെ അളിയൻ, അതായത് അമ്മാവൻ്റെ മകൻ. സുരേന്ദ്രൻ പറഞ്ഞ ഒരു 90% ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിനും മറവിയുണ്ട്, എനിക്കും മറവിയുണ്ട്. പറയുമ്പോൾ എന്താ പറയും, ഈ സംഭവം പിന്നെ ചോദിക്കരുതേ, എനിക്ക് ഓർമ്മ കാണില്ല എന്ന് പറയും. അപ്പോൾ പുള്ളി ഇങ്ങനെ മറവിയുണ്ട്. നല്ല പ്രായമായി, ഒരുപാട് ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വൈകുന്നേരമായാൽ ശകലം അടിക്കുന്ന ശീലമുണ്ട്, നല്ല സരസനുമാണ്. ലോഹിയാക്കിയതിൽ ലോഹിതദാസാക്കിയിലല്ല, ലോഹിയാക്കിയതിൽ ഒരു നിർണായകമായ പങ്കുള്ള ആളാണ് സുരേന്ദ്രൻ. സുരേന്ദ്രൻ ചേട്ടൻ ഒരുപാട് കഥകൾ ലോഹിയെ പറ്റി പറഞ്ഞു തന്നു. അതിൽ പലതും ക്യാമറയുടെ മുന്നിൽ പറയാൻ കൊള്ളില്ല, ക്യാമറയുടെ മുന്നിൽ പറയാനും കൊള്ളാം. ഒപ്പം അദ്ദേഹം വിട പറഞ്ഞു പോവുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും ആൺമക്കളും സുഖമായി ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലെ പല കഥകളും ഒളിച്ചു വയ്ക്കുന്നത്. അപ്പോൾ പുളി കടിച്ചതുപോലെ ലോഹിതദാസ് മുഖം ചുളിച്ചു. അത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോയി. ചിരിയിൽ വിളർന്ന നിഷ്കളങ്കമായ ആ മുഖം ഞാനിപ്പോഴും വ്യക്തമായി ഓർക്കുന്നു. അതായത് സിനിമാക്കാരനായിട്ടും ഞാൻ ഓർക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ മുഖം കാണാൻ അന്ന് മുഴുവൻ ഞാനവിടെ അലഞ്ഞു നടന്നു. പഴയ കുറേ വർണ്ണനകളാണ് പിന്നെ ലോഹിതദാസ് നടത്തുന്നത്. കള്ളമായതിനാൽ അവ ഇവിടെ ഞാൻ പറയുന്നില്ല. കുറേ കള്ളങ്ങൾ പറയുന്നുണ്ട്, കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതാണ് രസം. പിന്നെ അവളുടെ ഒരു നോട്ടത്തിന് വേണ്ടിയുള്ള കാത്തു നിൽപ്പുകൾ, ഒരു കടാക്ഷം, ഒരു പുഞ്ചിരി, ഒരു വാക്ക്, അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ ലോഹി തയ്യാറായിരുന്നു അത്രേ. ചിലരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടുമുട്ടലുകൾ കുറഞ്ഞു. ലോകത്തോട് മുഴുവൻ അക്കാലത്ത് അമർഷം തോന്നിയത്രേ. വല്ലപ്പോഴും ആ 8ാം ക്ലാസ്സുകാരി ദൂതൻ വശം കത്ത് കൈമാറിയിരുന്നു. ചേട്ടൻ്റെ വിചാരമാണ് എനിക്കെപ്പോഴുമെന്ന് അതിലൊക്കെ അവൾ എഴുതിയിരുന്നത്രേ. 14 വയസ്സാണ് ആ പെൺകുട്ടിക്ക്, അതുകൂടെ ഓർക്കുക. എൻ്റെ കവിത മണക്കുന്ന കത്തുകളുടെ വികാരം 14കാരിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ലോഹിതദാസിന് ഈ പുസ്തകം എഴുതുമ്പോഴും സംശയമുണ്ട്. ഇടയ്ക്ക് ചില പരിഭവങ്ങൾ.
പിണക്കങ്ങൾ. അങ്ങനെ 2 വർഷം കടന്നുപോയി. ഇപ്പോഴവൾക്ക് 16 വയസ്സാണ് പ്രായം. അപ്പോഴേക്കും രഹസ്യം പതുക്കെ പതുക്കെ അരമന വിട്ടിറങ്ങി. എല്ലാ പ്രണയ കഥയിലെയും പോലെ മോളുടെ രോഗവിവരം വീട്ടുകാർ അറിഞ്ഞു. അവളുടെ ചേച്ചിയാണ് സംഭവം അറിയിച്ചത്. ഇളം തുടയിൽ ചൂരൽ കൊണ്ട് നല്ല കഷായം കിട്ടി. പഠിപ്പ് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി. തോൽക്കാൻ മനസ്സില്ലാത്തതിനാൽ ആ സ്കൂളിലും അവളെ കാണാൻ ഞാൻ പോയെന്ന് ലോഹി ഈ പുസ്തകത്തിൽ പറയുന്നു. എന്നെ ഇനി കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി എന്നാണ് ലോഹി പറയുന്നത്. എൻ്റെ രാജകുമാരിയെ ഞാൻ എങ്ങനെ മറക്കും? 7 കടലും കടക്കാം, തീ തുപ്പുന്ന സർപ്പത്തെയും രാക്ഷസനെയും വധിക്കാം എന്ന് തന്നെയായിരുന്നത്രേ അക്കാലത്ത് ലോഹിയുടെ തീരുമാനം. ഇടിച്ചു സൂപ്പാക്കുമെന്ന് അവളുടെ സഹോദരന്മാർ ലോഹിയെ ഭീഷണിപ്പെടുത്തിയത്രേ. അങ്ങനെ ഒരു പ്രണയകഥയുടെ അവസാന രംഗം ദുഃഖ പരിവസായിയായി എന്നാണ് ലോഹി പറയുന്നത്. 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ യാത്രയിൽ അവൾ ബസ് കാത്തു നിൽക്കുന്നത് ലോഹി കണ്ടത്രേ. അവൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെങ്കിൽ, കള്ളത്തരമില്ലാതെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, അവളുടെ ശരീരത്തല്ല സ്നേഹിച്ചിരുന്നെങ്കിൽ കാർ നിർത്തി ഇറങ്ങിച്ചെന്ന് ചോദിക്കില്ലേ, സുഖമാണോ, പുതിയ ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട്, എത്ര കുട്ടികൾ എന്നൊക്കെ ചോദിക്കില്ലേ? പക്ഷേ ഇദ്ദേഹം കാർ നിർത്താതെ പോയി. കാരണം ഇദ്ദേഹം തിരക്കഥാകൃത്താവുമെന്ന് ആ കുട്ടിക്കും അറിയില്ലായിരുന്നല്ലോ. ഒരിക്കൽ ഒരു വിവാഹ സദസ്സിൽ വെച്ച് ലോഹി ഒരു 14-കാരിയെ കണ്ടത്രേ. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള ഒരു സുന്ദരിക്കുട്ടി. തിരക്കഥാകാരൻ എന്നറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടാകാം കൂട്ടുകാരികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ആ കുട്ടി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, 14 വയസ്സായ കുട്ടി ഈ നിൽക്കുന്ന ഒരു തിരക്കഥാകൃത്താണ്, വലിയ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ പടത്തിന് കഥ എഴുതിയ ആളാണ് എന്ന് പറഞ്ഞ് ആ കുട്ടി നോക്കുന്നുവെന്ന് ലോഹിതദാസ് എങ്ങനെ കണ്ടു? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് മുഴുവൻ ഈ എന്താ പറയുക, കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറയും പോലെ ആ 14 വയസ്സുകാരിയെ നോക്കി നിന്നിരിക്കാം അദ്ദേഹം. അതിന് വരെ അദ്ദേഹം പറയുന്നത് ആ കുട്ടി എന്നെ നോക്കിക്കൊണ്ട് നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ആരാധനയോടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പൂർവ്വകാല സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ആ കുട്ടി ഏതാണ് അറിയോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അയാളുടെ മുഖത്ത് ഒരു കള്ളച്ചിരി പരന്നു. അത് മനസ്സിലായില്ലേ? തൻ്റെ പഴയ കക്ഷിയില്ലേ, അവളുടെ മോള. 100% ഇത് കള്ളമാണെന്നാണ് സുരേന്ദ്രൻ എന്നോട് പറഞ്ഞത്. കാരണം സുരേന്ദ്രൻ ഈ കുട്ടിയുടെ ഇയാൾ പ്രേമിച്ചെന്ന് പറയുന്ന കുട്ടിയുടെ എല്ലാ വിവരങ്ങളും കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു, സിനിമാക്കാരനാകുന്ന ഘട്ടം വരെ. സിനിമാക്കാരനായപ്പോൾ ആദ്യം ലോഹിതദാസ് തള്ളിക്കളഞ്ഞത് സ്വന്തം അമ്മാവൻ്റെ മകനായ മച്ചമ്പിയായ സുരേന്ദ്രനായിരുന്നു. അതുവരെ സുരേന്ദ്രനായിരുന്നു എല്ലാ വിവരങ്ങളും പറഞ്ഞിരുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ചുറ്റിപ്പറ്റി നിന്ന ആളെന്ന് പറയുന്നത് സുരേന്ദ്രനെയാണ്. അപ്പോൾ സുരേന്ദ്രനോട് ചോദിച്ചു, സുരേന്ദ്രൻ പറഞ്ഞു എന്ന് അത് മനസ്സിലായില്ലേ, തൻ്റെ പഴയ കക്ഷിയില്ലേ, അവളുടെ മോള എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാനായില്ല. അവൾക്ക് ഈ പ്രായത്തിൽ ഒരു മകളോ? എൻ്റെ മൂത്ത മകൻ ഹരികൃഷ്ണന് അന്ന് 5 വയസ്സ് ആയിട്ടില്ല. 20 വർഷങ്ങൾ കഴിഞ്ഞു പോയത് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. കൗമാരം എനിക്ക് ഇന്നലെ കടന്നു പോയതുപോലുള്ള കാലമാണ്. ഈ ജാലകത്തിലൂടെ കണ്ട മുഖം ഇന്നലെ കണ്ട കാഴ്ചയാണ്. 14-കാരി ഇപ്പോഴും എൻ്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടവിടെ ചുറ്റിപ്പറ്റുന്നുണ്ട്. ഒരുതരം വാത്സല്യത്തോടെ ഞാനവളെ നോക്കി. എനിക്ക് പിറക്കാതെ പോയ മകൾ, എൻ്റെ രാജകുമാരിയുടെ മകൾ. തിരിച്ചുള്ള യാത്രയിൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ചാണ് ആലോചിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് ഈ ഫീലിങ്ങൊക്കെ അപ്പോഴുണ്ടായെങ്കിൽ, ഈ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ, അപ്പോൾ ആ കുട്ടിയെ വിളിച്ച് ചോദിക്കണ്ടേ, മോളെ നിൻ്റെ പേരെന്താ ചോദിക്കണ്ടേ? ചോദിച്ചില്ല. നീ എത്രയും പഠിക്കുന്നു ചോദിച്ചില്ല. നിൻ്റെ അമ്മയ്ക്ക് സുഖമാണോ ഒന്നും ചോദിച്ചില്ല. കാറിൽ പോയപ്പോഴാണെന്ന് അദ്ദേഹത്തിന് വികാരം കൊണ്ടത്. എൻ്റെ മനസ്സിൽ അകാരണമായ നൊമ്പരം. പേര് പോലും ചോദിച്ചില്ല. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നുവെന്ന് തിരക്കാമായിരുന്നു. പഠിച്ച് മിടുക്കിയാവണമെന്ന് ഉപദേശിക്കാമായിരുന്നു. അമ്മയ്ക്ക് സുഖമാണോ എന്ന് തിരക്കാമായിരുന്നു. എൻ്റെ മനസ്സിൽ വീണ ആ നൊമ്പരമാണ് പാതേയം എന്ന ചിത്രത്തിൻ്റെ കഥാബീജം. കണ്ണടച്ചാൽ ചന്ദ്രദാസ് എന്ന ഞാൻ, അനിത എന്ന രാജകുമാരി, ഹരിത എന്ന മകൾ, പിന്നെ ഞാനറിയാത്ത അവളുടെ അച്ഛൻ. പാതയത്തിലെ ചന്ദ്രദാസ് എന്ന കവിയും കഥാകാരനും ഞാൻ തന്നെയാണ്. കഥയായി രൂപം മാറിയപ്പോൾ ഹരിത ചന്ദ്രദാസിൻ്റെ മകൾ തന്നെയായി. എൻ്റെ കഥാപാത്രങ്ങളിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ചന്ദ്രദാസ്. അയാൾ ദേവനോ ഗന്ധർവനോ ആകാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. മരിച്ചുപോയ ലോഹിതദാസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇദ്ദേഹം പറഞ്ഞത് 100% കള്ളമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ പറയുന്നത്. ലോഹിതദാസൻ എന്നായിരുന്നു പൂർവാശ്രമത്തിൽ ലോഹിതദാസിൻ്റെ പേര്. അന്ന് ദാസ് എന്നൊന്നും പേരിലില്ലായിരുന്നു. ലോഹിതാക്ഷൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ലോഹിയുടെ അമ്മാവൻ്റെ മകൻ സുരേന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പ്രിയപ്പെട്ടവനാണ്.
ലോഹിതാക്ഷൻ്റെ എല്ലാ തല്ലുകൊള്ളി തരത്തിനും കൂട്ടുനിന്ന ആളായിരുന്നു സുരേന്ദ്രൻ. പ്രേമിക്കാൻ കൂട്ടുപോയയാൾ, ബീഡി വലിക്കാൻ പഠിപ്പിച്ചയാൾ, ആദ്യമായി കള്ളിൻ്റെ രുചി ലോഹി അറിഞ്ഞതും ഈ സുരേന്ദ്രൻ വഴിയാണ്. ലോഹിതാക്ഷൻ്റെ അമ്മാവന് 7 മക്കളാണ്. സുരേന്ദ്രൻ അടക്കം 7 മക്കളാണ് ലോഹിതാക്ഷൻ്റെ അമ്മാവന്. അതിൽ തന്നേക്കാൾ 2 വയസ്സ് മൂത്ത സുരേന്ദ്രനോടായിരുന്നു ലോഹിക്ക് കമ്പനി. പുലയ സമുദായത്തിലാണ് എന്താ പറയുക ലോഹിതദാസ് ജനിച്ചത്. അത് അഭിമാനത്തോടെയാണ് സുരേന്ദ്രൻ പറയുന്നത്. സുരേന്ദ്രൻ പറയുന്നത്, സാറേ ഞാൻ പുലയ സമുദായത്തിൽ ജനിച്ച ആളാണ് സാറേ, ഞാൻ അതിൽ അഭിമാനിക്കുന്നു സാറേ എന്നാണ് എന്നോട് സുരേന്ദ്രൻ പറഞ്ഞത്. എങ്കിലും പുലയ സമുദായത്തിലാണ് ജനിച്ചതെങ്കിലും സുരേന്ദ്രൻ്റെ അച്ഛൻ ഒരു ജന്മിയായിരുന്നു. 15 ഏക്കർ കൃഷിഭൂമിയുള്ള ജന്മിയായിരുന്നു സുരേന്ദ്രൻ്റെ അച്ഛൻ. ലോഹിദാസിൻ്റെ അച്ഛന് 2 ഏക്കറേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളുരുത്തിയിലാണത്. ലോഹിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അമ്മ സ്കൂൾ ടീച്ചർ. അമ്മയുടെ സഹോദരൻ ആ ഭൂമി ഏതോ കള്ളപ്രമാണമൊക്കെ ചെയ്ത് അയാൾ സ്വന്തമാക്കി. ലോഹിയുടെ അമ്മ കരുണാകരൻ എന്ന ഈഴവ സമുദായക്കാരനെ 2ാമത് വിവാഹം കഴിച്ചു. ഇതോടെ സുരേന്ദ്രൻ്റെ അച്ഛൻ ലോഹിയുടെ അമ്മയുമായി പിണങ്ങി. കാരണം നമ്മുടെ സമുദായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ നിനക്ക് കെട്ടാമായിരുന്നു 2ാമത്, നീ പോയി ഒരു ഈഴവ സമുദായത്തിലെ കരുണാകരനെ കെട്ടി എന്നുള്ളതിൻ്റെ പേരിൽ സുരേന്ദ്രൻ്റെ അച്ഛൻ ലോഹിയുടെ അമ്മയുമായിട്ട് പിണങ്ങി. 19ാം നൂറ്റാണ്ടിൽ സുന്ദരിയായ ഒരു പുലയ പെൺകുട്ടിയെ ഒരു നമ്പൂതിരി യുവാവ് പ്രേമിച്ച് വിവാഹം കഴിച്ചു. അതോടെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. ആ പരമ്പരയിൽപ്പെട്ടവരാണ് ലോഹിയുടെ അമ്മയുടെ കുടുംബം എന്നാണ് എന്നോട് സുരേന്ദ്രൻ പറഞ്ഞത്. സുരേന്ദ്രൻ്റെ അച്ഛൻ ലൈസൻസുള്ള ഡോക്ടറും ലോഹിയുടെ അച്ഛൻ കപ്പലിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു. ലോഹിയുടെ അച്ഛൻ്റെ പേര് കുഞ്ഞൻ വാവ എന്നാണ്. പക്ഷേ ഈ കുഞ്ഞൻ വാവ എന്ന് പറഞ്ഞാൽ എൻ്റെ സമുദായത്തെ ആളുകൾ മനസ്സിലാക്കുമോ എന്ന് മനസ്സിൽ പേടിച്ചിട്ട് നമ്മളെപ്പോഴും ലോഹിതദാസിനോട് അച്ഛൻ്റെ പേര് ചോദിച്ചാലും കരുണാകരൻ എന്നേ പറയൂ. കാരണം അമ്മയെ 2ാമത് കല്യാണം കഴിച്ച ഈഴവ സമുദായത്തിൽപ്പെട്ട ആളിൻ്റെ പേര് കരുണാകരൻ എന്നാണ്. പക്ഷേ ലോഹിയുടെ അച്ഛൻ്റെ പേര് കുഞ്ഞൻ വാവ എന്നാണ്. സുരേന്ദ്രൻ്റെ അച്ഛൻ്റെ പേര് ഡോക്ടർ എ കറമ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു. ബി ക്ലാസ് MBBS എന്നാണ് ആ ഡിഗ്രിയെ പറയുന്നത്. ഈ ഡിഗ്രി ഇപ്പോഴില്ല. എ കറമ്പൻ ഈ ഡിഗ്രിയിൽ ലാസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ആളായിരുന്നു. ലോഹിയുടെ അമ്മയുടെ പേര് മെയ്യ എന്നാണ്, മെയ്യ ടീച്ചർ എന്നാണ് അരുമയോടെ നാട്ടുകാർ മുഴുവൻ വിളിക്കുന്നത്. ഈ ക്രാഫ്റ്റ് പഠിപ്പിക്കുന്ന സ്കൂൾ ടീച്ചറായിരുന്നു. അൾസർ ബാധിച്ചാണ് ലോഹിയുടെ അച്ഛൻ മരിച്ചത്. ലോഹിക്ക് അന്ന് 5 വയസ്സായിരുന്നു. മെയ്യ ടീച്ചർ 6 മാസമായിരുന്നു മരിക്കുമ്പോൾ. ലോഹിക്ക് 5 വയസ്സായപ്പോൾ മെയ്യ ടീച്ചർ കരുണാകരനെ വിവാഹം കഴിച്ചു. അതിൽ 4 മക്കൾ: ചന്ദ്രൻ, ഭുവനൻ, സത്യഭാമ, ജയൻ. ഇതിൽ സത്യഭാമയും ജയനും മരിച്ചു. ചന്ദ്രനും ഭുവനനും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് പെൺകുട്ടികൾക്ക് ട്രാക്കിട്ട ആളായിരുന്നു ലോഹി എന്നാണ് എന്നോട് സുരേന്ദ്രൻ പറഞ്ഞത്. നാട്ടിൽ ഇക്കാര്യത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ചെറുപ്പത്തിൽ ലോഹി എന്നും എന്നോട് സുരേന്ദ്രൻ പറഞ്ഞു. അച്ഛൻ ലോഹിക്ക് 6 മാസം ഉള്ളപ്പോൾ മരണപ്പെട്ടു പോയതിനാൽ വാത്സല്യത്തോടെയാണ് ലോഹിയെ വളർത്തിയത്. പക്ഷേ ലോഹി ഏത് ഇൻ്റർവ്യൂവിലും പറയുന്നത് ഞാൻ അനാഥനായിരുന്നു എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നിട്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ 12 മണിക്ക് ശേഷം പത്രം വിരിച്ച് കിടന്നുറങ്ങുകയും നേരം വെളുത്ത് ആളുകൾ ബസ്സിലേക്ക് കയറാനായിട്ട് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് എണീറ്റ് പോവുകയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ലോഹി ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. പക്ഷേ സുരേന്ദ്രൻ പറയുന്നത് 100% നട്ടാൽ കുരുക്കാത്ത കള്ളമാണ് ലോഹി പറഞ്ഞതെന്നാണ്. കാരണം തിരുവനന്തപുരത്ത് പഠിച്ചിരുന്നപ്പോൾ സുരേന്ദ്രൻ്റെ ജ്യേഷ്ഠൻ ലോ കോളേജിൽ പഠിക്കുകയായിരുന്നു. അവിടുത്തെ ഹോസ്റ്റലിൽ സുരേന്ദ്രൻ്റെ ജ്യേഷ്ഠനോടൊപ്പമാണ് ലോഹിതദാസ് കഴിഞ്ഞിരുന്നത്. പക്ഷേ സെൻറ്റിമെൻറ്റ്സ് അടിക്കാൻ വേണ്ടി പറയും ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നാണ് ഉറങ്ങിയതെന്ന്. ലോഹിതദാസാണ് ആ സുന്ദരിക്കുട്ടിയെ ചതിച്ചത് എന്നാണ് സത്യം. അവൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവളാണ്. എനിക്ക് അവരുടെ പേര്, അവരിപ്പോൾ താമസിക്കുന്ന നാട്, അവർക്ക് എത്ര കുട്ടികൾ, അവരുടെ ഭർത്താവിൻ്റെ പേരെല്ലാം എനിക്ക് സുരേന്ദ്രൻ പറഞ്ഞു തന്നു. പക്ഷേ ഞാനത് പറയുന്നില്ല. അവൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു. മോശമല്ലാത്ത ജീവിത പശ്ചാത്തലത്തിൽ വളർന്നവൾ. പ്രേമത്തെ സീരിയസ് ആയി കാണാതെ പലർക്കും പ്രേമവും പ്രേമലേഖനവും കൊടുത്ത കൗമാരക്കാരൻ ലോഹിതാക്ഷൻ അവളെ കൈയൊഴിഞ്ഞു പോയതാണ്, അല്ലാതെ അവൾ കൈയൊഴിഞ്ഞു പോയതല്ല. ലോഹിയാൾ പറയുന്നത് തിരിച്ചാണ്. പക്ഷേ സുരേന്ദ്രൻ പറയുന്നു ഒരിക്കലും ഇയാളെ കൈയൊഴിഞ്ഞു പോയില്ല. ഇയാളാണ് പലർക്കും ഈ കണക്ഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒന്നിന് കൊടുത്തു, അത് മതിയായപ്പോൾ അതങ്ങ് വിട്ടുപോയതാണ്, അല്ലാതെ ആ പെൺകുട്ടി ചതിച്ചതല്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അവളെ ഒരു ഡോക്ടർ വിവാഹം കഴിച്ചു. ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ സുഖമായി ജീവിക്കുന്നു മക്കളുമൊക്കെ ആയിട്ട്
ഇപ്പോൾ അവരെന്നാണ് എന്നോട് സുരേന്ദ്രൻ പറഞ്ഞത്. ഇടയ്ക്ക് സുരേന്ദ്രൻ കണ്ടിരുന്നു അവരെ, ഇരുവരും സംസാരിച്ചിരുന്നു. ലോഹിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പോഴും അയവിറക്കി എന്നാണ് എന്നോട് സുരേന്ദ്രൻ പറഞ്ഞത്. പേരും സ്ഥലവും ഞാൻ പറയുന്നില്ല. ആ കാമുകിയെ വഞ്ചിച്ച ലോഹിയാണ് പാഥേയം എന്ന സ്വന്തം ജീവിത കഥയാണ് സിനിമയാക്കിയത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീണ്ടും പല്ലിശ്ശേരിയുടെ കഥയിലേക്ക് വരാം. ചെന്നൈയിലെ ഈരാളി എന്ന് പറഞ്ഞ പ്രശസ്തനായ നിർമ്മാതാവുണ്ട്, അഥർവൊക്കെ ചെയ്ത, അല്ലെങ്കിൽ കട്ട് കട്ട് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ വാസികളൊക്കെ നടത്തിയിരുന്ന ഈരാളി. അപ്പോൾ ഈരാളി മദ്രാസിലൊരു വീടെടുത്ത് സിനിമാക്കാർക്ക് വാടകയ്ക്ക് തരുമായിരുന്നു. ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. ശ്രീനിവാസനൊക്കെ തിരക്കഥ എഴുതാൻ എടുക്കുന്ന വീടാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, ഒരു മാന്യമായ പ്രതിഫലം കൊടുത്താൽ നല്ല AC റൂം കിട്ടുമായിരുന്നു. ഒരു വലിയ വീട് വാടകയ്ക്കെടുത്ത് കുറേ കാലം ഈരാളി ആ വീട് ഇങ്ങനെ സിനിമാക്കാർക്ക് തരുമായിരുന്നു. ചെന്നൈയിലെ ഈരാളിയുടെ വീട്ടിൽ ഒരു നാൾ പല്ലിശ്ശേരി ചെന്നു. ഈരാളിയുടെ പുതിയ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാൻ ചെന്നതാണ് ഞാനിടെ ലേഖകനായ പല്ലിശ്ശേരി. നിങ്ങൾ ഏത് പടം, പുതിയ പടം ഏത് ചെയ്യുന്നു ഈരാളി എന്നൊക്കെ, അക്കാലത്ത് തുടരെ സിനിമ എടുക്കുന്ന ആളായിരുന്നു ഈരാളി. അവിടെ അപ്പോൾ തിരക്കഥാകൃത്ത് സലിം ചേർത്തലയും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആട്ടക്കലാശം എഴുതിയ സലിം ചേർത്തല. ആലപ്പി അഷ്റഫ്, സംവിധായകൻ ആലപ്പി അഷ്റഫും ഉണ്ട്. കൂടെ ഒരു കറുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരനും. പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി സലിം ചേർത്തലയുടെ ഈ തിരക്കഥയിൽ സഹായിക്കാനായി വന്നിരിക്കുന്ന ചെറുപ്പക്കാരനാണ് ആ കറുത്തു മെലിഞ്ഞ പയ്യൻ. കൊട്ടും കുരവയും എന്ന സിനിമയിൽ സലിം ചേർത്തലയുടെ സഹായിയാണ് ഈ പറയുന്ന ലോഹിതാക്ഷൻ. വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ലോഹിയെ പല്ലിശ്ശേരി കാണുന്നത് തനിയാവർത്തനത്തിൻ്റെ സെറ്റിൽ വെച്ചാണ്. തനിയാവർത്തനം സെറ്റിൽ വെച്ച് തനിയാവർത്തനത്തിൻ്റെ തിരക്കഥ നാനയിൽ കണ്ടശ പ്രസിദ്ധീകരിക്കാമെന്ന് പല്ലിശ്ശേരി സമ്മതിക്കുന്നു. പക്ഷേ ലോഹി വിശ്വസിച്ചില്ല. എല്ലാ ആഴ്ചയിലും തിരക്കഥ AK ലോഹിതദാസ് എന്ന് അടിച്ചു വരുന്നത് സ്വപ്നം കാണുന്നത് പോലെ എന്താ പറയുക, ലോഹി ആലോചിച്ചിരുന്നു. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. തനിയാവർത്തനം തിരക്കഥ നാനയിൽ വരാൻ കാരണക്കാരനായ പല്ലിശ്ശേരിയുമായി ലോഹിതദാസ് പെട്ടെന്ന് അടുത്തു. 1990 പല്ലിശ്ശേരിയുടെ പൂരം എന്ന കഥ സിനിമയാക്കാൻ ഭരതൻ തീരുമാനിച്ചു. ജോൺ പോൾ തിരക്കഥ എഴുതും, നായകനായി മമ്മൂട്ടി. ആ സിനിമയ്ക്കായി ഭരതൻ കുറേ സ്കെച്ചുകൾ വരച്ചു. ഒരാൾക്ക് കൂടി ഇടം എന്നായിരുന്നു ചിത്രത്തിന് പേരിടാനിരുന്നത്. ഒരാൾക്ക് കൂടി ഇടം. എന്തുകൊണ്ടോ ജോൺ പോൾ ആ പ്രോജക്റ്റിൽ നിന്നും ഔട്ടായി. അതിൻ്റെ കാരണക്കാരൻ മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. ജോൺ പോളിൻ്റെ കൂടി അനുവാദത്തോടെ ലോഹിതദാസ് തിരക്കഥ എഴുതട്ടെ എന്ന് തീരുമാനമായി. ലോഹി മറ്റൊരാളുടെ കഥയ്ക്ക് തിരക്കഥ എഴുതില്ല എന്ന് പറഞ്ഞെങ്കിലും ഭരതൻ കഥ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ശഠിച്ചു. എനിക്ക് ഈ പൂരം എന്ന് പറഞ്ഞ കഥ തന്നെ സിനിമയാക്കണം, നിങ്ങളുടെ കഥ അല്ലാതെ വേറൊന്നും എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നത് ലോഹി ഈ കഥയ്ക്ക് തന്നെ തിരക്കഥ എഴുതണമെന്ന് ഭരതൻ വാശി പിടിച്ചു. എന്നാൽ കഥാ പശ്ചാത്തലം പൂരം നടക്കുന്നിടത്തു നിന്നും കടലിൻ്റെ പശ്ചാത്തലത്തിലാക്കണം എന്നായി ലോഹി. പല്ലിശ്ശേരി എതിർത്തു. നിൻ്റെ കഥ ഞാൻ മോശമാക്കില്ല, നമുക്ക് കടലിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കാം, പൂരമൊക്കെ സെറ്റിടാൻ വലിയ തുകയാകും. ഭരതൻ പറഞ്ഞതാണ്. ചെമ്മീൻ സിനിമയുടെ വമ്പൻ വിജയവും അതിൽ കടലിനുണ്ടായിരുന്ന സ്ഥാനവും ഒക്കെ ഭരതൻ പല്ലിശ്ശേരിയോട് പറഞ്ഞു. കടലിൻ്റെ പശ്ചാത്തലത്തിൽ പല്ലിശ്ശേരിയുടെ കഥയ്ക്ക് തിരക്കഥയുണ്ടാക്കാൻ ലോഹിക്കൊപ്പം ഭരതനും ആദ്യ അവസാനം കൂടെയിരുന്നു. അങ്ങനെ ഒരാൾക്ക് കൂടി ഇടം അമരം എന്ന് പേര് മാറ്റി. രചനയിൽ പല്ലിശ്ശേരിയുടെ പേര് വയ്ക്കാതിരിക്കാൻ ലോഹിതദാസ് ഏറെ ശ്രമിച്ചു. എൻ്റെ അമരം എൻ്റേതായി അറിയപ്പെടണം. അതിനായി മമ്മൂട്ടിയും ബാബു തിരുവല്ലയും കൂടി നിർബന്ധിച്ചു. ഒടുവിൽ കഥയുടെ ക്രെഡിറ്റ് കൂടി ഭരതൻ ലോഹിക്ക് കൊടുത്തു. ഭരതൻ പല്ലിശ്ശേരിയെ വിളിച്ചു. പല്ലിശ്ശേരി, സിനിമയിൽ ചില സമയങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അമരം ടൈറ്റിലിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ നിൻ്റെ പേരുണ്ടാവും, പക്ഷേ കഥാകൃത്തായിട്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് ഭരതേട്ടന് ആഗ്രഹമുണ്ടായിരുന്നു. ശ്രമിക്കാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഈ പറയുന്ന 10 സിനിമകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള പുസ്തകത്തിൽ ലോഹിതദാസ് എഴുതിയിരിക്കുകയാണ്. കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് ഭരതേട്ടൻ ആഗ്രഹമുണ്ടായിരുന്നു. ശ്രമിക്കാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. അല്ലാതെ പൂരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്ന പല്ലിശ്ശേരിയുടെ പൂരം എന്ന് പറഞ്ഞ കഥയെടുത്ത് ഒരാൾക്ക് കൂടി ഇടം എന്ന് പേരിടാനിരുന്ന കഥയെടുത്ത് കടലിൻ്റെ പശ്ചാത്തലത്തിലേക്ക് മാറ്റിയെന്ന് ആ പുസ്തകത്തിൽ ലോഹി പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കള്ളത്തരമേ പറയുള്ളൂ. പല കഥകളും ആലോചിച്ചു, ഒന്നും എനിക്ക് തൃപ്തിയായില്ല. ഭരതേട്ടനുമായി പൊരുത്തപ്പെടില്ല. ചർച്ചകളിലൂടെ കഥയുണ്ടാക്കുന്ന രീതി എനിക്കൊട്ട് പരിചയവുമില്ല. തൃപ്തികരമായ ഒരു കഥയ്ക്ക് വേണ്ടി ഞാൻ രാമനിലയത്തിൽ, തൃശ്ശൂരിലെ രാമനിലയത്തിൽ വന്നുകൂടി. 4-5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കഥ മുളച്ചു വരാത്തതുകൊണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ വെറുതെ യാത്ര ചെയ്യാമെന്ന് ആലോചിച്ചു.
കടലിൻ്റെ പശ്ചാത്തലം കഥയ്ക്ക് വേണം എന്നതിനാൽ യാത്ര കടപ്പുറങ്ങളിലൂടെയായി. വാടാനപ്പള്ളിയിലും ചന്ദ്രാപിന്നിയിലും നാട്ടികയിലും കഴിമ്പ്രത്തുമൊക്കെ വെളുക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ഞാൻ അലഞ്ഞു. കഴിമ്പ്രത്ത് അന്ന് ചാകരയുടെ സമയമായിരുന്നു. മുക്കുവരുടെ പ്രത്യേക ഈണത്തിലുള്ള സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ചാകരയിൽ ഞാനും ചേർന്നു. ഒരു നല്ല പ്രഭാതത്തിൽ നാട്ടികയിലെ ആളൊഴിഞ്ഞ കടപ്പുറത്തെ പൂഴുമണലിൽ ഞാൻ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു 10 വയസ്സുകാരി കരഞ്ഞുകൊണ്ട് കടപ്പുറത്തേക്ക് ഓടി വന്നു. പിന്നാലെ ഒരു വടിയുമായി ശകാരിച്ചുകൊണ്ട് അവളുടെ അച്ഛൻ അവളെ പിടികൂടി തല്ലിച്ചതച്ചു. പിന്നെ അവളെ വലിച്ചിഴച്ചുകൊണ്ട് കടന്നുപോയി. പകുതി തന്നോടും പകുതി ലോകത്തോടുമായി അയാൾ പറഞ്ഞു, കടാപ്പുറം നിരങ്ങാണ്ട് 4 അക്ഷരം പഠിച്ച് ഒരു വഴി നോക്കാണ്ട് പുള്ളാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശകാരിച്ചുകൊണ്ടേ പോയി. അയാളിൽ നിന്നും അച്ചൂട്ടി ജനിക്കുകയായിരുന്നു. അച്ചൂട്ടിയുടെയും മുത്തിൻ്റെയും രാഘവൻ്റെയും കഥയായ അമരം ജനിക്കുകയായിരുന്നു എന്നാണ് ലോഹിതദാസ് പറയുന്നത്. 100% കള്ളമാണ്. കാരണം ഈ പറഞ്ഞ പൂരം എന്ന് പറഞ്ഞ കഥയിലെ അച്ഛനും മകളെയും എടുത്താണ് അമരമുണ്ടാക്കിയത്. കഥയുടെ ക്രെഡിറ്റ് നൽകാതെ അവലംബം പല്ലിശ്ശേരിയുടെ പൂരം എന്ന കഥ എന്ന് തുടക്കത്തിൽ ഭരതൻ കാണിച്ചു. മറ്റു ഭാഷകളിൽ കഥ വിൽക്കുകയാണെങ്കിൽ തിരക്കഥയ്ക്കൊപ്പം കഥയുടെ കൂടി കാശ് ലോഹിക്ക് കിട്ടാനാണത്രേ ഈ വാശി പിടിച്ചത്. ഇതാണ് പല്ലിശ്ശേരിയുടെ കഥയുടെ അന്ത്യം. ഇതാണ് സിനിമാക്കാരുടെ കളി. എന്നാലും പറയട്ടെ, MTക്കും പത്മരാജനും ശേഷം ഹൃദയസ്പർശിയായ കഥകൾ തിരക്കഥയാക്കിയ പ്രതിഭാശാലിയായിരുന്നു ലോഹിതദാസ്. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആ തലത്തിലേക്ക് ലോഹിതദാസ് വളർന്നില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് കാണുന്ന നിങ്ങൾക്കും അങ്ങനെ ബോധ്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് ലോഹിച്ചേട്ടനോട് യാതൊരു വിരോധവുമില്ല, ബഹുമാനവും സ്നേഹവും ഉള്ളൂ. ഒരുപാട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അതിലെന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ദിനേശ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ ഏതൊരു പടത്തിൻ്റെ തിരക്കിലായിപ്പോണ്ട് ഞാൻ പിന്നെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഭൂതക്കണ്ണാടിയിൽ വർക്ക് ചെയ്യേണ്ട ആളുമായിരുന്നു. പക്ഷേ കഥയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നില്ല, സത്യസന്ധനുമായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം പറയുമ്പോൾ കഷ്ടപ്പെട്ട് വളർത്തിയ, സ്നേഹത്തോടെ വളർത്തിയ അമ്മയെയോ അച്ഛനെയോ അദ്ദേഹം സത്യസന്ധമായി ഒരിടത്തും പറഞ്ഞിട്ടില്ല. പകരം ഒരു അനാഥ ബാല്യമായിരുന്നു എനിക്ക് വിഷാദ രോഗമുണ്ടായിരുന്നു. ഞാൻ നാട് വിട്ട് പലായനം ചെയ്താണ് ചാലക്കുടിയിൽ ചെന്ന് എത്തപ്പെട്ടത്. അവിടെ നാടകം എഴുതി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഡ്രാമാറ്റിക്കായ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ തിരുവനന്തപുരത്ത് പത്രം വിരിച്ച് രാത്രി 12 മണിക്ക് ശേഷം കിടന്നുറങ്ങുകയും വെളുപ്പിന് ആളുകൾ വരാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് എണീറ്റ് പോയി പഠിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഇങ്ങനെ ആവശ്യമില്ലാതെ അടിച്ച് കള്ളങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്നാൽ 2 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന സ്കൂൾ ടീച്ചറായ ഒരു അധ്യാപികയുടെ മൂത്ത മകനായി പിറന്നവനാണ്. പൊന്നുപോലെ പട്ടുടുപ്പൊക്കെ വാങ്ങിയിട്ട് കുട്ടിക്കാലത്ത് വളർത്തിയിരുന്നു എന്നാണ് എന്നോട് സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, നല്ല വേഷമില്ലായിരുന്നു, സ്നേഹം കിട്ടിയിരുന്നില്ല, ഞാനൊരു അനാഥനായിരുന്നു, അമ്മ 2ാമത് വിവാഹം കഴിച്ചപ്പോൾ ആ 4 മക്കളെ മാത്രമേ അമ്മ സ്നേഹിച്ചുള്ളൂ എന്നൊക്കെ കള്ളം പറയുന്ന ഒരാളും കൂടിയായിരുന്നു ലോഹിതദാസ്. അദ്ദേഹം മരിച്ചപ്പോൾ പോലും ലക്കിടിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മ ചെന്നിരുന്നു. പക്ഷേ ഒരു കാഴ്ചക്കാരിയായി ദൂരെ മാറിയിരിക്കാനേ അവരൊക്കെ കഴിഞ്ഞുള്ളൂ. കാരണം അവിടെയെങ്ങോ അവരെ അടുപ്പിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്തിനാണ് അതൊക്കെ പറയണേ അല്ലേ? സിന്ധുവും 2 ആൺമക്കളും സന്തോഷഭരിതമായി ജീവിക്കുമ്പോൾ നമ്മൾ ഇനി മരിച്ചുപോയ ലോഹിതദാസിനെ കുറിച്ച് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ എന്നോട് സുരേന്ദ്രൻ സംസാരിച്ചിരുന്നു. അത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പാഥേയവും അമരവും എങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോർജ് ഓണക്കൂറിൻ്റെ എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞ നോവലെടുത്താണ് തനിയാവർത്തനം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ വിദഗ്ധമായി നല്ല സ്ക്രീൻ പ്ലേ, നല്ല തിരക്കഥ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് ഞാനിപ്പോൾ ഒരു കഥ കൊണ്ട് കൊടുത്താൽ ആ കഥയാണോ എന്ന് എനിക്ക് പോലും സ്ക്രീനിൽ മനസ്സിലാവില്ല. ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. കാരണം അതിൽ നിന്നൊരു ചെറിയ ത്രെഡ് എടുത്ത് വലിയ സിനിമ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തിരക്കഥയുടെ ക്രാഫ്റ്റ് അറിയാമായിരുന്നു. ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടാവേണ്ട ആളായിരുന്നു. എന്തായാലും പോയി. ഞാൻ ഈ പറഞ്ഞതിൽ 100% സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ല, ആരെങ്കിലും തർക്കത്തിന് വരികയാണെങ്കിൽ ഞാൻ PK ശ്രീനിവാസൻ എഴുതിയ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അളിയൻ എന്ന് വിളിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മകൻ, അമ്മയുടെ ചേട്ടൻ്റെ മകൻ സുരേന്ദ്രൻ പറഞ്ഞ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ പല്ലിശ്ശേരി അയച്ചെന്ന തെളിവുകളും അടക്കം എൻ്റെ മുന്നിലുള്ളതുകൊണ്ട് മാത്രമാണ് ലോഹിതദാസിൻ്റെ കഥാമോഷണത്തെക്കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ അനശ്വരനായ കഥാകൃത്തിന് നന്നായി മലയാളിക്ക് കഥ പറഞ്ഞു തന്ന്
വിസ്മയിപ്പിച്ച ആ കഥാകാരന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.